മുൻ ADGP അജിത് കുമാറിന് ആശ്വാസം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഇപ്പോൾ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ കോടതി ഉത്തരവ്, വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. അജിത് കുമാറിന്റെ ഹർജിയിലായിരുന്നു നടപടി വന്നിട്ടുള്ളത്. ജസ്റ്റിസ് ബദറുദ്ദീന്റേതാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് വലിയ ആശ്വാസം നൽകുന്നത് തന്നെയാണ് കോടതിയുടെ ഈ നീക്കം, ഈ ഇടപെടൽ എന്നതാണ്. ഇപ്പോൾ MR അജിത് കുമാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് കോടതിയുടെ ഇടപെടൽ. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അജിത് കുമാറിന്. അത് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ അഹമ്മദ് മുസ്തഫ നൽകും. മുസ്തഫ ലൈനിലുണ്ടെന്നാണ് കരുതുന്നത്. സിജോ ബിജോ ഉണ്ട്. സിജോ, എന്താണ് കോടതി ഉത്തരവ്? കോടതിയുടെ ഇടപെടൽ എങ്ങനെയാണ് അജിത് കുമാറിന് ആശ്വാസം നൽകുന്നത്? ഈ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളാണ് അന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. അന്ന് കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ആ വാദഗതിക്കിടയിൽ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ അറിയിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഹൈക്കോടതി തീരുമാനം വന്നിരിക്കുന്നത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തുടരുക. അഹമ്മദ് മുസ്തഫയുണ്ട്. ഈ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ മുസ്തഫ നൽകും. മുസ്തഫ, ഇതൊരു പൂർണ്ണ ആശ്വാസമാണെന്ന് പറയാൻ കഴിയുമോ? അജിത് കുമാറിനെ സംബന്ധിച്ച് പ്രധാനമായും ഉന്നയിച്ച വാദങ്ങളിൽ ഹൈക്കോടതി അനുഭാവപൂർണ്ണം അല്ലെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് ഭാഗികമായി അജിത് കുമാറിന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് കുറെ കൂടി വ്യക്തത വരാനുണ്ട്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്നത് അജിത് കുമാറിനെ സംബന്ധിച്ച് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടി എന്ന വാദം ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. ഇനി പ്രോസിക്യൂഷൻ അനുമതി തേടിയ ശേഷം പരാതിയുമായി മുന്നോട്ട് പോകാം എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നേരത്തെ തന്നെ ഹൈക്കോടതി ഈ വാദത്തിന്റെ ഇടയിൽ പറഞ്ഞതാണ്. പ്രോസിക്യൂഷൻ അനുമതി തേടാതെയുള്ള അത്തരം നടപടിക്രമങ്ങൾ അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാര്യം വിജിലൻസിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതിയുടെ ഉത്തരവ്, ആ ഉത്തരവ് ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ ഉത്തരവ് വിജിലൻസ് കോടതിയാണ് അജിത് കുമാറിനെതിരെ വീണ്ടും അന്വേഷണമാകാം എന്നുള്ള രീതിയിലേക്ക്. അല്ല മുസ്തഫ, അന്ന് വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ട് എന്തൊക്കെ നിരീക്ഷണങ്ങളായിരുന്നു നടത്തിയത്? സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ അന്വേഷണമാകാം എന്നുള്ളതായിരുന്നു വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായ ഒരു പരാമർശം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉത്തരവ് മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം റദ്ദാക്കണമെന്ന് സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ച് ഈ വിഷയത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഈ ഉത്തരവിൽ ഇപ്പോൾ എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ക്രിമിനൽ MC അലൗഡ് എന്ന് മാത്രമാണ് ഒറ്റവാക്കിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ അജിത് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഹർജി ഭാഗികമായി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ രണ്ട് കാര്യങ്ങളാണ് ഈ വാദത്തിനിടയ്ക്ക് ഹൈക്കോടതി അന്ന് വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങളിലേക്ക് പോയത്. ഒന്ന്, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് എന്നൊരു കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ജസ്റ്റിസ് ബദറുദ്ദീൻ ആ വാദത്തിനിടയ്ക്ക് തന്നെ പറഞ്ഞതാണ്. ഒരു ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ നിയമാനുസൃതം ഈ ഇത്തരം പൊതുസേവകർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി മുൻകൂറായി ഒരു അനുമതി, പ്രോസിക്യൂഷൻ സാങ്ഷൻ അത് സർക്കാരിൽ നിന്ന് നേടേണ്ടതുണ്ട്. അങ്ങനെ നേടാതെയുള്ള അന്വേഷണം അതാകാമെന്ന വിജിലൻസ് കോടതി ഉത്തരവിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ പിഴവുണ്ട് എന്നാണ് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചത്. ഇപ്പോൾ ഈ ഉത്തരവ് അത് ഏറെക്കുറെ ശരിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. രണ്ടാമതൊരു കാര്യം അന്ന് കോടതി പറഞ്ഞത്, അത് അജിത് കുമാറിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അന്ന് കോടതിയുടെ ഒരു നിരീക്ഷണം എന്തായിരുന്നു വെച്ചാൽ, അജിത് കുമാറിനെതിരെ ആരാണ് അന്വേഷണം നടത്തിയത്? അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത് അദ്ദേഹത്തിന്റെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ അന്വേഷണത്തിൽ നിഷ്പക്ഷതയുണ്ട് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള കീഴുദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഒരു മേലുദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുമ്പോൾ അതിൽ വസ്തുതാനിഷ്ഠമായ എന്തെങ്കിലും തരത്തിൽ സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് വാദത്തിനിടയ്ക്ക് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അജിത് കുമാറിനെ സംബന്ധിച്ച് നിലവിൽ അദ്ദേഹത്തിന്റെ ഹർജി ഭാഗികമായി ഇൻ പാർട്ട് അംഗീകരിച്ചിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാര്യം അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ആദ്യം
PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ കവടിയാറിലുള്ള അല്ല മുസ്തഫ, ഇതിൽ അന്ന് ഈ ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ട് വിചാരണ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഈ അജിത് കുമാറിന്റെ കീഴിലുള്ള സബോർഡിനേറ്റ് സേന അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് അത്ര വിശ്വാസ്യമായിരിക്കില്ലല്ലോ എന്ന നിരീക്ഷണങ്ങളൊക്കെ ആയിരുന്നല്ലോ. അത്തരം നിരീക്ഷണങ്ങളുടെ കഴമ്പ് ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ലേ അപ്പോൾ? തീർച്ചയായും അതുകൊണ്ടാണ് ഭാഗികമായ ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പൂർണ്ണമായും ആശ്വാസം അല്ലെങ്കിൽ പോലും തുടരന്വേഷണം വീണ്ടും അന്വേഷണമാകാം എന്നുള്ള വിജിലൻസ് കോടതി ഉത്തരവിനാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി കോടതി ആ ഉത്തരവ് ലഭിക്കും, നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാം. പക്ഷേ പ്രാഥമികമായി അജിത് കുമാർ നൽകിയ ഹർജിയിലെ വാദം എന്തായിരുന്നു? നടപടിക്രമങ്ങൾ പാലിക്കാതെ ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങി വേണം ഇത്തരം നടപടിയിലേക്ക് പോകാൻ. ഒരു പബ്ലിക് സർവന്റ് എന്നുള്ള നിലയ്ക്ക് അത്തരം നിയമവശങ്ങൾ പാലിക്കാതെയുള്ള നടപടികൾ റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല വിജിലൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയ അത്തരം ഒരു കേസിൽ തനിക്കെതിരെ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ നടപടിക്രമങ്ങളൊന്നും വകവെക്കാതെ അല്ലെങ്കിൽ അത്തരം വാദങ്ങളൊന്നും വകവെക്കാതെ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് തന്നെ റദ്ദാക്കുകയാണ് ഈ വിചാരണ കോടതി ചെയ്തത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി ചെയ്തത്. അത് റദ്ദാക്കണമെന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു. എന്തായാലും അത് അംഗീകരിച്ചതോടുകൂടി ഇനിയിപ്പോ അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇനി ഈ പ്രോസിക്യൂഷൻ അനുമതി നേടിയ ശേഷം പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലേ? തീർച്ചയായും അതാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ അനുമതി നേടിയ ശേഷം മാത്രമാണ് ഇനി അങ്ങനെ അജിത് കുമാറിനെതിരെ ഒരു സർക്കാരിന് മുന്നിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ വരികയാണെങ്കിൽ അതിലെന്താണ് തീരുമാനം എന്നുള്ളതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. കാര്യം പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങാതെയുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്. അതൊരു പബ്ലിക് സർവന്റിന്റെ അല്ലെങ്കിൽ അത്തരം പൊതുസേവകരുടെ ഒരു കാലത്തിലൊക്കെ പ്രത്യേകിച്ച് നേരത്തെയുള്ള മുൻവിധികളിലൊക്കെ ഹൈക്കോടതി അത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുൻ അടൂർ പ്രകാശിന്റെ വിധിയിലും അത് പറഞ്ഞതാണ്. അത് പൊതുസേവകർക്കെതിരെ ഏത് തരത്തിലും എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന ഒരവസ്ഥ സംജാതമാകും. അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ തന്നെയുണ്ട്, മറ്റു കോടതികളുടെയൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങണം എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഈ കാഷ്യൂ കോർപ്പറേഷൻ കേസുമായി ബന്ധപ്പെട്ട് ഈ ജസ്റ്റിസ് എ ബദറുദ്ദീൻ തന്നെ ആ കേസ് പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള കേസ് അതാണ്. CBI അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം എന്നൊരു കാര്യം. അങ്ങനെ പൊതുസേവകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്തരം നടപടിക്രമങ്ങളിൽ ആരോപണങ്ങളിലൊക്കെ അന്വേഷണത്തിന് മുൻകൂറായി പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങണമെന്നൊരു കാര്യത്തിൽ തർക്കമില്ല. അത് ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇപ്പോൾ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി വീണ്ടും അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താം എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ നിയമപരമായി നിലനിൽക്കില്ല. അതിനകത്ത് ചില നിയമപ്രശ്നങ്ങളുണ്ട്. ആ നിയമ തടസ്സങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അജിത് കുമാറിന്റെ ആവശ്യം, അജിത് കുമാറിന്റെ ഹർജിയിലുള്ള ചില വാദങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്.